വിട്ടു പോയോ? നീ എന്തുട്ടടാ എന്നെ കണ്ടിട്ട് അനങ്ങാണ്ടിരിക്കണേ? പിന്നെ ഞാൻ എന്താ അനങ്ങി കൊടുത്തിരിക്കണോ? ഈ ട്വിസ്റ്റും ഡാൻസും ചെയ്യുന്ന പെൺപിള്ളേരെ പോലെ. അതെ, അത് പോട്ടെ. എന്റെ പണം റെഡിയായോ? 2000 മുതലും 2000 പലിശ. റെഡിയായി വരുന്നുണ്ട്. പിന്നെ മോനെ, എന്നെ നീ പറ്റിക്കാന്ന് വിചാരിക്കണ്ടാ. വഹയം കൊണ്ടേ ഞാൻ പോവും. തരാമുടോ ഷൈലാക്കി ഏട്ടാ? അല്ല, ഹൗസ് സേഫ്റ്റി ഏട്ടാ. ആട്ടെ, തനിക്ക് ഞാൻ എത്ര രൂപ തരേണ്ടത്? മുതലും പലിശയും ചേർത്ത് 4012 രൂപ. ശരി, മറ്റന്നാൾ വൈകുന്നേരം കൃത്യം 4:30 മണിക്ക് ഇവിടെ വന്ന് തന്റെ പണവും വാങ്ങിക്കൊണ്ട് വയ്ക്കൂ. അതെന്ന്? എടാ പൊന്നു മോനെ സേതു, സത്യ പറയൂ, നിനക്ക് ലോട്ടറി ടിക്കറ്റ് അടിച്ചു? പിന്നെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണം, എനിക്ക് ദേഷ്യം വരും. മറ്റന്നാൾ വന്ന് പണവും വാങ്ങിച്ചോണ്ട് വെച്ചോണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, തന്റെ പണവും വെച്ചോണ്ട് കാത്തിരിക്കാൻ എന്നെ കൊണ്ട് സാധ്യമുണ്ട്. അപ്പോ മറ്റന്നാ 4:30 മണി. പിന്നെ എടാ സേതു, എന്നെ പറ്റിക്കാന്നൊന്നും കരുതണ്ട. ഇത് പഞ്ഞക്കാരൻ ഇട്ടൂപ്പ ഔസേപ്പാ, അറിയാവോ? നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലേ മിസ്റ്റർ? നിങ്ങൾ പണം തന്നാ പോരെ, 10 രൂപ കൂടുതൽ തന്നേക്കാം. ശരി, വഴക്കുണ്ട്. സേതുവേ, എന്താ? എനിക്കൊരാലോചന. വല്ല സോപ്പ് വെള്ളോ മറ്റോ കുടിച്ചിട്ട് വയറ്റിളക്കം പിടിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു അടിയിൽ കിടന്നോളാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പണം കൊണ്ടങ്ങ് പോവാ. ഒന്ന് പോണം മിസ്റ്റർ, മറ്റന്നാ വരണം. എന്റെ ഈശോയെ, മറ്റന്നാളൊന്നും ഇല്ലാതെ നാളെ മറ്റന്നാളായി കിട്ടിയെങ്കിൽ. ഓ, നിന്റെ ഈ ഒരുക്കമൊക്കെ കണ്ടാൽ ഇവിടുന്ന് നേരെ കല്യാണപ്പന്തലിലേക്കാ പോണേന്ന് തോന്നൂലോ. ഓ, ഇങ്ങനെ കളിയാക്കുകയാണെങ്കിൽ ഞാൻ വരില്ല, എനിക്ക് ആരെയും കാണണ്ട. കേൾക്കപ്പെട്ടില്ല അപ്പോഴേക്കും. അച്ഛന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതല്ലേ മോള്. അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്റെ മോളുടെ വിവാഹവും. നീ സുന്ദരി, നീയും സേതുവും കൂടെ നിൽക്കണ കണ്ടാൽ നല്ല ചേർച്ച. വാ, സമയം എവിടെയാ? മാച്ച് നാളെയല്ലേ? പ്രസാദ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉഷാറുമില്ല. ഡ്രൈവർ ഇല്ലാത്ത തീവണ്ടി പോലെയാണ് ഞങ്ങളുടെ സ്ഥിതി. എന്ത് ചെയ്യാം, ഈശ്വരൻ എന്നെ അനുവദിച്ചില്ല. എന്റെ കാലിൽ കെട്ടഴിക്കാൻ ഇനി 5 ദിവസം കൂടി വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. റഷ്യയുമായിട്ടുള്ള മാച്ചിൽ ഞങ്ങൾ ജയിക്കാം. അതിന് പ്രസാദിന്റെ അനുഗ്രഹം വേണം. അത് വാങ്ങിക്കാനാണ് ഞങ്ങൾ വന്നത്. Sure, sure. From the heart of my heart, all the best wishes to you. സമയമായി, എന്നാൽ ഞങ്ങൾ വരട്ടെ. Wish you all the best. Thank you. All the best to you, gentlemen. அப்ப இந்த பந்து உங்ககிட்டே இருக்கட்டும். இது உங்களுக்கு ஒரு present. Oh, thank you very much. Thank you. Okay, let us go. Okay. All the best. सरदार जी, आधा दर्जन गोल मारना. जरूर मरेगा, मरेगा. All the best to you. All the best, all the best. Bye bye, പ്രസാദ്. Bye bye. Bye bye. ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു തന്നാലോ? അതും കൂടെ കൊടുക്ക്. എന്താ പേര്? സുമതി. നിന്റെ പേര് അവക്ക് പച്ച വെള്ളം പോലെയാ, കാണാപ്പാടാ. ഇന്നലെ ഒരു രസം ഉണ്ടായി, കേക്കണോ? ഞാൻ ആ പലചരക്ക് വീഡിയോയിലെ കണക്ക് പുസ്തകം എടുത്ത് നോക്കിയപ്പോ ഓരോ പേജിലും 10 തവണ സേതു 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 എന്ന് എഴുതി വെച്ചേക്കും. പലചരക്കിടയിൽ എണ്ണയും വെക്കുകയാണ്. അവരോട് ചോദിച്ചു നോക്ക്. എന്തിനാണ് ചെറുക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിനാണിനി ഞാനിനി വരികയില്ല. അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ചെറുക്കനെ പിടിച്ചു. അമ്മാവന്റെ മകളുടെ കഷ്ടകാലം, അല്ല ഞാനെന്തോ പറയാനാ. അവളുടെ നല്ല കാല. ഈ കഴിഞ്ഞ വൃശ്ചികം 5-ാം തീയതി അവൾക്ക് വ്യാഴം തുടങ്ങിയത്. അന്നാണ് നീ ഈ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആയത്, അറിയാമോ? ഓഹോ, സമയം പോയി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഇനി സമയമുള്ളപ്പോ വരാം. ശരി. വാ മോളെ. ഡോക്ടർ അമേരിക്കക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് എന്താ ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്താ ചോദിക്കാൻ കാര്യം? അല്ല, അവിടെ പോയാലെങ്കിലും വല്ലതും പഠിക്കുമല്ലോ എന്ന് കരുതി. പിന്നെ സേതു, ഒരു കാര്യം. കണ്ടോ കണ്ടോ, സത്യം പറഞ്ഞാൽ ഉടനെ ദേഷ്യം വരും.
അല്ലെങ്കിൽ നിസ്സാരമായ ഒരു നെഞ്ചുവേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് എന്നെ പിടിച്ചിവിടെ കിടത്തി ഇങ്ങനെ ദ്രോഹിക്കേണ്ട കാര്യമുണ്ടോ? അത് 2-3 ദിവസം മറ്റോ ആണോ? രോഗം നിങ്ങൾ വിചാരിക്കുമ്പോൾ മാറില്ല, മനസ്സിലായോ? തരുന്ന മരുന്നും കഴിച്ച് പറയുന്നതും കേട്ട് അടങ്ങി കിടന്നാൽ മതി. ഇവരാണോ? ഡോക്ടർ അച്ഛൻ വിളിക്കുന്നു. എന്നെയോ? ഏത് വാർഡിലാണെങ്കിലും ഉടനെ ചെല്ലാൻ പറഞ്ഞു. അച്ഛൻ എന്നെ വിളിച്ചോ? ഈ എക്സ്റേ ഒന്ന് നോക്കൂ. ഓ മൈ ഗോഡ്, ഭയങ്കരമായിരിക്കുന്നു. സേതുവിന്റെ എക്സ്റേ ആണ്. ബ്രോങ്കൈറ്റിസ് ആണെന്നാണ് അവന്റെ വിശ്വാസം. ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കൂ. നേരത്തെ എനിക്ക് സംശയമുണ്ടായിരുന്നു, പക്ഷേ ഈ സ്ഥിതിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അവസാനത്തെ സ്റ്റേജാണ്. 2 ശ്വാസകോശങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. ലങ് ക്യാൻസർ ഇത്രയും ഭീകരമായിട്ട് ഞാൻ ആദ്യം കാണുകയാണ്. രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലേ ഡോക്ടർ? ഇംപോസിബിൾ. യാതൊരു മാർഗവുമില്ല. അർബുദം ശ്വാസകോശത്തിൽ ആകെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. മിക്കവാറും ദ്രവിച്ചു കഴിഞ്ഞ നിലയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്കകം എല്ലാം അവസാനിക്കും. ഇനി എന്ത് ചെയ്യും അച്ഛാ? ഭേദമാകില്ലെന്ന് പറഞ്ഞ ആ പാവത്തിനെ നമ്മൾ ഇവിടെ ഇറക്കി വിട്ടാൽ അവന്റെ നില കഷ്ടമാണ്. ആരുമില്ലാത്തവനാണ്. ഒരുപക്ഷെ അവന്റെ അവസാനം ഇവിടെ തന്നെ നടക്കണമെന്നായിരിക്കും അവന്റെ വിധി. കഴിയുന്നൊക്കെ നമുക്ക് ചെയ്യാം. ഓറഞ്ച് അച്ഛൻ കൊണ്ടുവന്നതാ. മാമന് വേണ്ട, മോള് കഴിച്ചു. മാമനും തിന്നണം. മാമനെ മോക്ക് ഇഷ്ടമാണ്. അതെ, മാമൻ തന്നാലേ മോള് മരുന്നും കഴിക്കും. കോഴി എങ്ങനെ പോകുന്നു? ആട് കരയുന്നതോ? ഓ, ഇത്രയും പൊരുത്തമുള്ള ഒരു ജാതകം അങ്ങേരുടെ ജീവിതത്തിനിടയ്ക്ക് കണ്ടിട്ടില്ല എന്നാ രാഘവ് കണിയാന്റെ അഭിപ്രായം. മുജ്ജന്മ ബന്ധമാണെന്നാ അങ്ങേരുടെ പക്ഷം. എല്ലാം നിന്റെ അമ്മയുടെ നേരുകൊണ്ടാ. എല്ലാം മംഗളമായിട്ട് നടക്കും. പക്ഷേ രണ്ടുപേരെയും ഒരുമിച്ച് നിന്ന് കാണാൻ അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല. വരും മോളെ. ഇങ്ങനെ നിർബന്ധം പിടിച്ചാലോ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ ഇപ്പൊ എത്തിക്കാണും. എന്റെ കൂടെ വരുമോ? ഏത് മാമന് വരാൻ പാടില്ല മോളെ. നിന്റെ സുഖക്കേട് മാറാനല്ലേ. പോവാ, നർസമ്മ പറയുന്നത് പോലെ കേൾക്കാം. എന്നെ കുത്തി കീറോ ചെയ്തു മമ്മ. ആ മുറിയിൽ അപ്പൂപ്പൻ പറഞ്ഞല്ല എന്നെ കീറോന്ന്. വെറുതെ പറഞ്ഞതല്ലേ. മോളെ ഒന്നും ചെയ്യില്ല. മോളെ മാമനവിടെ കൊണ്ടുവന്നാക്കാം. മാമൻ അവിടെ തന്നെ നിൽക്കണം. ഓ യെസ്, അവിടെ തന്നെ നിൽക്കാം. ഗ്രിഗറി പോപ്പോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ 11 ഇന്ത്യക്ക് 2 ഗോൾ അടിച്ചു കഴിഞ്ഞു. റഷ്യൻ ടീം അനുനിമിഷം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സമർത്ഥമായ പാസിംഗും ഫോർവേഡുകളുടെ മിന്നൽ വേഗത്തിലുള്ള മുന്നേറ്റവും അവരുടെ കഴിവുകളെ വെളിവാക്കുന്നുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന പ്രസാദിന്റെ അഭാവത്തിൽ അമാർ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം 1 ഗോളെങ്കിലും മടക്കിയടിക്കുവാൻ ഭഗീരഥ പ്രയത്നം ചെയ്യുകയാണ്. ഇതുവരെ അവരുടെ ശ്രമം ഫലിച്ചിട്ടില്ല. വേലായുധം, ജസ്വന്ത് സിംഗ്, ജോസഫ്, മൊഹന്തി മുതലായ മഹാരഥന്മാർ ഇന്ത്യൻ ടീമിൽ ഉണ്ടെങ്കിലും വിദഗ്ധന്മാരായ റഷ്യൻ ടീമിന്റെ മുമ്പിൽ അവരുടെ പ്രകടനമൊന്നും ഫലിക്കുന്നില്ല. അതാ വീണ്ടും കിക്ക് ഓഫ് കഴിഞ്ഞു.
കാലിൽ നിന്ന് വേലായുധം പന്ത് തട്ടിയെടുത്ത് ജോസഫിന് കൊടുത്തു. ഇല്ല, റഷ്യക്കാരന്റെ അടവ് ഫലിച്ചില്ല. ജോസഫ് ജസ്വന്ത് സിംഗിന് ഹെഡ് ചെയ്തു. അതാ പന്ത് റഷ്യൻ ഗോൾമുഖത്തിൽ എത്തിക്കഴിഞ്ഞു. റഷ്യൻ ഗോളി അലക്സിസ് സ്ഥലത്തില്ല, ഇറങ്ങിക്കളിച്ചു. ഗോൾമുഖത്ത് ആരുമില്ല. അത് പന്തിന്റെ നേർക്കോടി ഇന്ത്യൻ ലെഫ്റ്റിന് ഇത്ര കാൽ തെറ്റി വീണു. ഗോൾ അടിക്കാൻ ആരുമില്ല. ഇല്ല, അടിച്ചില്ല.